ലേഖനത്തെ കുറിച്ച് പഠിക്കുന്തോറും നമ്മെ അത് ഒത്തിരി ഉത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. ലേഖനം മാത്രമല്ല, വേദപുസ്തകത്തിലെ ഏത് പുസ്തകമാണെങ്കിലും ശരി, പഠിക്കുന്തോറും അത് മനസ്സിലാകും തോറും അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്തോറും അത് നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന ആനന്ദവും സന്തോഷവും വിവരണങ്ങൾക്ക് അതീതമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ, ആ ഒരു മൗലികമായ പരിപാടി എന്തായിരുന്നു, താൻ അതെങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ പ്രത്യേകാലം ചിന്തിച്ചത്. ഇനിയും 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രക്ഷാനായകനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തു, ക്രൈസ്റ്റ് ദ ഓഥർ ഓഫ് സാൽവേഷൻ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 9 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങള് നമുക്ക് പരിശോധിക്കാം. ഞാൻ ചില വാക്യങ്ങള് വായിച്ച് മുന്നോട്ട് ആദ്യം 9-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആമേൻ. നമ്മുടെ രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തുവിനെ നാം പഠിക്കണമെന്ന് എബ്രായ ലേഖനം പറയുന്നു. നമ്മുടെ രക്ഷാനായകനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം, അവനെ ആരാധിക്കണം, അവനെ സ്തോത്രം ചെയ്യണം, അവന്റെ അനുയായികളായിട്ട് തീരണം, അവന്റെ മാതൃക പിൻപറ്റണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വി ഷുഡ് ലേൺ ക്രൈസ്റ്റ്. നമ്മുടെ പ്രധാനപ്പെട്ട പഠന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കട്ടെ. പ്രധാനപ്പെട്ട പഠന വിഷയം എന്നത് ക്രിസ്തുവായിരിക്കട്ടെ. ക്രിസ്തുവിനെ പഠിക്കണമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നന്നായിട്ട് തുറന്നു വരുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 5-6 കാര്യങ്ങള് 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ഹി ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ പകരക്കാരനാണ് യേശു ക്രിസ്തു. നമ്മുടെ പകരക്കാരനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവർ, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണം അത്രേ എന്നാണ് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. എത്ര പെൺപിള്ളേരാണ് ഈ നാളുകളിൽ കൊല്ലപ്പെടുന്നതല്ലേ? ബൈക്കിന്റെ പുറകിലേക്ക് കയറിക്കോന്ന് പറയുമ്പം അവരെ അതിലേക്ക് അവരെ സ്വാധീനിക്കുന്നത് എന്താണെന്നറിയില്ല. ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ അവരെ സ്വാധീനിക്കുന്നത് എന്താണെന്നറിയില്ല. ഇന്ന് ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കലക്കി കൊടുക്കുന്ന സമയത്ത് അത് കുടിക്കാൻ തക്കോണം അവരുടെ കണ്ണ് മങ്ങിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയില്ല. ഇതിന്റെ ഒക്കെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ സിൻഫുൾനെസ് ആണ്, മനുഷ്യന്റെ പാപമാണ്, മനുഷ്യന്റെ പാപമാണ്. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് കർത്താവാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എത്ര പിള്ളേരാണ് ഈ നാളുകളിൽ കൊല്ലപ്പെട്ടത്? എത്ര പേരാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയി കൊല്ലപ്പെട്ടത്? എത്ര ചെറുപ്പക്കാരി പെൺപിള്ളേരും ആൺപിള്ളേരുമാണ് നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടത്? വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ആളുകള്. എന്തൊരു ദയനീയമായിരിക്കുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തെ നമ്മൾ പുലുക്കുന്നത് രസമായിട്ടാണ്. എന്താണ് ഫൺ എന്ന് പറഞ്ഞാണ് ആളുകൾ അതിന്റെ പുറകെ പോകുന്നത്. എ ടൈം ഓഫ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ അത് സർപ്പത്തെ പോലെ തിരിഞ്ഞ് നമ്മളെ കൊത്ത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കുന്നതൊക്കെ നമ്മുടെ ഫ്യൂച്ചറും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നതായിരിക്കുന്ന ഒരു വലിയ ശത്രുവാണ് മനുഷ്യന്റെ നേരെ നിൽക്കുന്ന അവന്റെ പാപം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഏത് സയന്റിസ്റ്റിന് സാധിക്കും? ബഹിരാകാശത്ത് പോയ ജെഫ് ബെസോസിന് പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയന്റിസ്റ്റിന് പറ്റുമോ? പറ്റില്ല. ഫിലോസോഫർക്ക് പറ്റുമോ? മതസ്ഥാപകർക്ക് പറ്റുമോ? പറ്റില്ല. ഇത് ആർക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിനാണ് പറ്റുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ അറിയാനും രക്ഷിക്കപ്പെടാനുമായിട്ട് പറ്റിയത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമാണ്.
9-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പോലെ ഒന്നും കീഴ്പ്പെട്ടതായി തോന്നുന്നില്ല. അവനാകെ നിസ്സഹായകനായിട്ട് വിറങ്ങലിച്ചു നിൽക്കുന്നു. എങ്കിലും ഇങ്ങനെയാണ് സാഹചര്യം എന്ന് വന്നാൽ തന്നെ there is a solution. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? ഞാൻ ആദ്യം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കട്ടെ. ക്രൈസ്റ്റ് ഈസ് അവർ സൊല്യൂഷൻ. ക്രിസ്തുവാണ് നമ്മുടെ പരിഹാരം, നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ പറയാണ് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. പ്രിയമുള്ളവരെ, ദൈവകൃപയെ കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവകൃപയെ കുറിച്ച് പറയുമ്പോൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കൃപയാലല്ലോ നീതീകരണം, കൃപയാലാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ കൃപയെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്ന പ്രസ്താവന എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ എന്ന് പറഞ്ഞാൽ ദൈവകൃപയുടെ മീനിങ് നമ്മൾ കാണുന്നത് കാൽവരിയിലെ ക്രൂശിലാണ്. ദൈവകൃപയുടെ പ്രത്യക്ഷമായ ആവിഷ്കാരം നമ്മൾ കാണുന്നത് കാൽവരിയിലെ ക്രൂശിലാണ്. യേശുക്രിസ്തു കൃപാലുവാണ്. ഹൗ ഡു യു നോ? നിനക്ക് എങ്ങനെ അറിയാം? ലുക്ക് അറ്റ് ക്രോസ്. ആ ക്രൂശിലേക്ക് നോക്കുക. അവിടെ ദൈവത്തിന്റെ കൃപ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ കൃപ. നമ്മൾ ആശീർവാദം പറയാറുണ്ടല്ലോ, പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും. ആ കൃപ എവിടെയാണെന്ന് ചോദിച്ചാൽ ക്രൂശിലാണ്. അപ്പൊ നമ്മൾ പറയാം, കർത്താവേ നീ എന്നെ സഹായിക്കുമോ? ഓഫ് കോഴ്സ്, ഞാൻ നിന്നെ സഹായിക്കും. എത്രത്തോളം? ഈ ക്രൂശിൽ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപയുടെ അത്രത്തോളം ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവനാണ്. നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവനാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി. ദൈവത്തിന്റെ ഗ്രേസിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പം ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു എന്ന് പറയാൻ തന്റെ മരണത്തോടനുബന്ധിച്ചാണ് ഈ താഴ്ച എന്ന് പറയുന്നത്. തന്റെ ഇൻകാർണേഷൻ, ജഡധാരണത്തോടനുബന്ധിച്ചുള്ളതാണ്. ആ മനുഷ്യത്വം സ്വീകരിച്ചതിനെ കുറിച്ചാണ് ഈ താഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു സാരാംശത്തിലും ഗുണങ്ങളിലും അസ്തിത്വത്തിലും ഒന്നും താഴ്ചയുള്ളവനല്ല. താൻ ദൈവത്തോട് സമനും തുല്യനുമാണ് എല്ലാ കാര്യങ്ങളിലും. അത് നമ്മൾ പഠിക്കണം. വാസ്തവത്തിലെ ഈ യഹോവസാക്ഷികൾക്കൊക്കെ പറ്റുന്നത് ഈ വാക്യങ്ങളെ ഇതര വാക്യങ്ങളോട് ചേർത്ത് പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചില്ല. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചും അവന്റെ മഹത്വത്തെ കുറിച്ചും പഠിക്കുന്നതിൽ പരാജയപ്പെടുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ദൈവത്തിന്റെ വചനത്തിലെ വിലയേറിയ സത്യങ്ങളെ ഇതര വേദഭാഗങ്ങളോട് ബന്ധിപ്പിച്ച് പഠിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മൾ തെറ്റിപ്പോവും. ഇവിടെ പറയുന്നത് അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് അവൻ മരണം ആസ്വദിച്ചു എന്നാണ്. ഈ ടേസ്റ്റഡ് ഡെത്ത്, അതൊരു ഭയങ്കര പ്രയോഗമല്ലേ? ലോകത്തിൽ ആരെ കുറിച്ചും പറയാത്തതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഹി ടേസ്റ്റഡ് ഡെത്ത്. അവൻ മരണം ആസ്വദിച്ചു എന്നാ പറയുന്നത്. എന്താ ഇതിന്റെ കാര്യം? അവൻ മരണത്തെ ആസ്വദിച്ചതായിട്ട് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വേദന അനുഭവിച്ചില്ലെന്നോ, അതിന്റെ ദുഃഖം അനുഭവിച്ചില്ലെന്നോ, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചില്ലെന്നോ അല്ല. അതിന്റെ പ്രയാസങ്ങളൊക്കെയും അനുഭവിച്ചപ്പോൾ തന്നെ ഹി ടേസ്റ്റഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ തന്റെ മരണത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന വിടുതൽ, മനുഷ്യവർഗത്തിന്റെ വിടുതൽ, മനുഷ്യവർഗത്തിന്റെ രക്ഷ, പിശാചിന്റെ പരാജയം, മരണത്തിന്റെ മേൽ ശതകോടികൾക്ക് ലഭിക്കുന്ന ജയം, അതൊക്കെ കർത്താവ് കണ്ടപ്പം കർത്താവ് എന്ത് പറഞ്ഞു? താൻ മരണത്തെ ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. അതൊരു ഭയങ്കര പ്രസ്താവനയല്ലേ? ഭയങ്കരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അങ്ങനെ ആയതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ മാനവും തേജസ്സും അണിഞ്ഞവനായിട്ട് കാണും. പ്രിയമുള്ളവരെ, കർത്താവ് മാനവും തേജസ്സും അണിയുന്നതിന് മുൻപ്, തന്റെ മനുഷ്യത്വത്തിൽ അണിയുന്നതിന് മുൻപ് താൻ ഒരു വലിയ താഴ്ചയിലേക്ക് വരുവാനിടയായിത്തീർന്നു. വേദപുസ്തകത്തിൽ പറയുന്ന സദൃശവാക്യകാരൻ പറയുന്ന ഒരു ആശയമാണ് മാനത്തിന് മുൻപേ താഴ്ച എന്ന് പറയാറുണ്ട്. മാനത്തിന് മുൻപേ താഴ്ച. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തണമെങ്കിൽ, ദൈവം ഒരു മനുഷ്യനെ ഒരു സ്ഥാനത്താക്കി വെക്കണമെങ്കിൽ, ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ അതിനു മുൻപ് ദൈവം അവനെ പരിശോധിക്കും. ഈ പരിശോധന എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പരിശോധനയല്ല, ജീവിതത്തിലുടനീളം പല സമയങ്ങളിൽ ഈ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരും. ഹി വിൽ ടെസ്റ്റ് us. അവൻ നമ്മളെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്.
ഈ ആവർത്തന പുസ്തകത്തില് അത് ഒരു വാക്യമുണ്ടല്ലോ, നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. അപ്പൊ മരുഭൂമിയിൽ ദൈവം ചെയ്തെന്താന്ന് പറയുന്നത്? ദൈവം അവരെ താഴ്ത്തി എന്നാ പറയുന്നത്. താഴ്ത്തി. എന്തിനാ താഴ്ത്തിയത്? അവരുടെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് അറിയുവാൻ. അവരുടെ ഹൃദയത്തിൽ നല്ലതല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും താഴ്ചകളുടെ സമയങ്ങൾ തീർച്ചയായിട്ടും ദൈവം കൊണ്ടുവരും. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. താഴ്ചയുടെ മധ്യത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് എക്സാമിൻ ഹിംസെൽഫ്. ജോൺ പൈപ്പർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ തന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഒരു ബുദ്ധിമുട്ട് വന്നാൽ താൻ ഒന്നാമത് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുക. അത് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞതല്ല, വേദപുസ്തകത്തിലെ ചില സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഗോപുരം ഇടിഞ്ഞു വീഴി ഒത്തിരി ആളുകൾ മരിച്ചു എന്ന് കർത്താവിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു. ഇവര് നശിച്ചു പോയിട്ടില്ല, ഇവര് മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളും മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള്, പ്രതിസന്ധികള്, പരിശോധനകള്, കഷ്ടതകള്, കണ്ണുനീരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കണം. ഓഫ് കോഴ്സ്, അതിന് സംശയമില്ല. അതോടൊപ്പം കൂടി എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. വേറൊരാൾ വന്ന് പരിശോധിച്ച് പല കാര്യങ്ങളും പറയാനായിട്ട് അവർക്ക് സാധിക്കില്ല. എന്നാൽ നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കി നമ്മുടെ കൺമുൻപിൽ പല കാര്യങ്ങളെയും പ്രദർശിപ്പിച്ചു തരും. വി ഷുഡ് കൺഫസ് ഇറ്റ്. നാം അത് ഉപേക്ഷിക്കണം, ഏറ്റു പറയണം. ദൈവത്തോട് ശരിയായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് വരണം. അത് നമ്മുടെ അനുഗ്രഹത്തിന് ഹേതുവായിട്ട് വാസ്തവത്തിൽ ദൈവം തീർക്കും. പ്രിയമുള്ളവരെ, എന്നാൽ മാനത്തിന് മുൻപേ താഴ്ച എന്ന് പറയുന്ന പോലെ തന്നെ ബൈബിളിലുള്ള വേറൊരു പ്രസ്താവനയാണ് വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, നിഗളം. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ വീഴും എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വേദപുസ്തകത്തിന്റെ സംക്ഷിപ്തമായിരിക്കുന്ന ആശയമാണ്. എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യർ പരാജയപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ദൈവത്തിന് മുൻപാകെ താഴണം, തന്റെ ജീവിതത്തെ പരിശോധിക്കണം. അത് പരാജയത്തിന്റെ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കും. എന്നാൽ വിജയത്തിലേക്ക് വരുന്ന സമയത്ത് വിജയത്തിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് വിജയിക്കുമ്പോഴും നാം വളരെ സൂക്ഷിച്ചോളണം. അപ്പൊ അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ കാരണം എന്താണ്? രണ്ട് സമയങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് നമ്മളെ കോരിത്തരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. എന്താ അവിടെ പറയുന്നത്? എങ്കിലും ദൈവം അവനെ ഏറ്റവും ഉയർത്തി. 8-ാം വാക്യം പറഞ്ഞ അവസാനത്തിൽ അനുസരണമുള്ളവനായി തീർന്നു. എന്നിട്ട് അടുത്ത വാക്യത്തെ പറയാണ്, അതുകൊണ്ട് therefore ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അപ്പൊ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത സെന്റൻസ് ആരംഭിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഉയർച്ച അനുസരണത്തിൽ കൂടെയാണ് സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണം, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം. അനുസരിക്കുന്ന മനുഷ്യരെ ദൈവം അനുഗ്രഹിക്കും എന്ന് വചനം ആവർത്തിച്ച് പറയുന്നുണ്ട്, അനേക വാക്യങ്ങളിൽ പറയുന്നു. അപ്പം അനുസരിക്കാനായിട്ട് യേശു ക്രിസ്തു തീരുമാനിച്ചത് ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ ഒരു കൽപ്പനയല്ല, ഷേക്ക് കഴിക്കാന്ന് പറഞ്ഞ ഒരു കൽപ്പനയല്ല, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചേക്കാന്ന് പറഞ്ഞൊരു കൽപ്പനയല്ല. പിന്നെ എന്താ പറഞ്ഞ കൽപ്പന എന്ന് പറയുന്നത് ക്രൂഷ്യൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് പകരക്കാരനായിട്ട് തീരണം. ക്രിസ്തു അതിനെ അനുസരിച്ചെന്നാണ് പറയുന്നത്. അനുസരിച്ചപ്പോ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമുക്കുണ്ടാകുന്ന പല ഉയർച്ചയും നാം ജീവിതത്തിൽ അനുഭവിച്ച താഴ്ചയോട് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. താഴാൻ മനസ്സില്ലാത്തവരെ കർത്താവിന് ഉയർത്താനും മനസ്സില്ല. താഴാൻ മനസ്സില്ലാത്ത മനുഷ്യരെ ക്രിസ്തു ഉയർത്തില്ല. കാരണം ക്രിസ്തുവിന്റെ മാതൃക എന്താണ്? താൻ അനുസരണമുള്ളവനായി, താഴ്മയുള്ളവനായി അവൻ
ഉയർത്തപ്പെട്ടു. അത് നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ താഴ്ചകളിലൂടെ പോകുന്ന മനുഷ്യർക്കുള്ള സദ്വർത്തമാനം എന്ന് പറയുന്നത്, കൃപയിൽ നിലനിന്നാൽ ദൈവം നിന്നെ ഉയർത്തും. ഇട്ടേച്ചു പോയാൽ ഉയർത്തില്ല. നിലനിന്നാൽ ദൈവം നിന്നെ ഉയർത്തും, നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. മാർക്ക് 16, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെ, കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. കണ്ടോ? ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വലതുഭാഗം എന്ന് പറഞ്ഞാൽ എന്താണത്? പ്ലേസ് ഓഫ് ഓണർ, ബഹുമാനത്തിന്റെ സ്ഥാനമാണ്, പദവിയുടെ സ്ഥാനമാണ്. അപ്പൊ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി എവിടെ ഇരുത്തിയെന്ന് പറയുന്നത്? പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത്, ദ പ്ലേസ് ഓഫ് ഓണർ ആൻഡ് റെക്കഗ്നീഷൻ. അവിടെ ഇനി ആ ക്രിസ്തുവിന്റെ മുൻപാകെ സകല മനുഷ്യരെന്ത് ചെയ്യും? യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയേണ്ടതായിട്ട് വരും. ജീസസ് ഈസ് ലോർഡ് എന്ന് ഇവിടെ നാട്ടിലെ എല്ലാ നിരീശ്വരവാദികളും ദുഷ്ടന്മാരും ജാതികളും സുവിശേഷത്തെ എതിർക്കുന്നവരും ആയിരിക്കുന്ന സകല മനുഷ്യർ, മില്യൺ പീപ്പിൾ എന്ത് പറയേണ്ടി വരും? അവർ പറയേണ്ടതായിട്ട് വരുന്ന ഒരു പ്രസ്താവനയുണ്ട്, ജീസസ് ഈസ് ലോർഡ്, യേശുവെ കർത്താവാണ് എന്ന് പറയേണ്ടതായിരിക്കുന്ന ദിവസം വരും എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, അന്ന് പറഞ്ഞേച്ച് നിത്യനരകത്തിൽ പോകാനാണ് അവർക്കുള്ള വിധി എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാല് യേശു ക്രിസ്തുവിനെ ഇന്ന് കർത്താവാണെന്ന് പറയാനായിട്ട് പറ്റിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത് ഇത്രയും വലിയൊരു ഭാഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വചനം കൂടുതൽ പഠിക്കണം. പിന്നെ എന്തോരം ദൈവവചനം പഠിച്ചാലും നമുക്ക് അത്രത്തോളം പ്രയോജനമാണ്. എന്നാൽ ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന നാളിലാണ് നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവെ ഇത്ര ഗ്രേഷ്യസ് ആണ്, ഇത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഇതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത്ര അതിശയമായിരിക്കുന്ന, അത്ഭുതകരമായിരിക്കുന്ന ഒരു അനുഭവം. അതിന്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തില് മരൂപ് മലയിലേക്ക് പോയി അവിടെ വെച്ച് യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടവനായിട്ട് കണ്ടു. മോശെ ഏലിയാവിനോട് സംസാരിക്കുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് പത്രോസൊക്കെ സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെയോ പറഞ്ഞു, ഇല്ലേ? നമുക്ക് 3 കുട്ടികളുണ്ടാകും എന്ന് പറഞ്ഞാല് ദേ ഫോർഗോട്ട് എവരിത്തിങ്. എല്ലാം മറന്നു. ദുഃഖങ്ങള്, സുഖങ്ങള്, ബന്ധങ്ങള്, സങ്കടങ്ങള്, പ്രയാസങ്ങള് എല്ലാം, എവറിത്തിങ് വാസ് ഫോർഗോട്ടൺ. എല്ലാം മറന്നു. എന്നിട്ട് അവർ നമുക്ക് ഇവിടെയായി. അതാണ് സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ. അത് മരുഭൂമിയിൽ അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു ഗ്ലിംസ് ആണ്, ഒരു ചെറിയ കാഴ്ചയായിരുന്നു. ഇനി അതിന്റെ വിപുലമായിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ് സ്വർഗീയമായിരിക്കുന്ന അനുഭവം. അവിടെ നമുക്ക് ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സ്വർഗത്തില് എത്തിയാല് നമുക്ക് സങ്കടകരമായിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ വരില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവര് പലരും ഒക്കെ നിത്യനരകത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ അതിന് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. അപ്പൊ സ്വർഗത്തില് എന്തില്ല? കണ്ണുനീരില്ല, മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയും ഇല്ല. ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭീകരമായിരിക്കുന്ന ഓർമ്മകൾ നമ്മളെ വേട്ടയാടില്ല. അതിനുള്ള സാഹചര്യമില്ല. എങ്ങനെയാ ദൈവം ചെയ്യാൻ പോയെന്ന് നമുക്കറിയില്ല. നമുക്ക് ഒരു കാര്യം അറിയാം, അവനത് ചെയ്യും എന്നതിന് യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഏറ്റവും ഉയർത്തിയിരിക്കും. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത്, അവർ സേവിയർ ഈസ് എ പെർഫെക്റ്റ് സേവിയർ. നമ്മുടെ രക്ഷകൻ തികഞ്ഞ രക്ഷകനാണ് നമ്മുടേത്. 10-ാം വാക്യം, സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അവരുടെ രക്ഷാനായകൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ഒത്തിരി പേര് പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആളുകൾ പറയും അവന്റെ കാര്യം പോയി. രക്ഷിക്കപ്പെട്ട ഒത്തിരി പേർക്ക് തന്നെ രക്ഷയെക്കുറിച്ച് വിലയില്ലല്ലോ, ഒന്നുമില്ല. ഉപദേശ വിശുദ്ധിയെക്കുറിച്ച് വിലയില്ല. ദൈവവചന നന്മകളെ കുറിച്ച് അവർക്ക് വിലയില്ല. അവർക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതാ എന്റെ കാര്യം, പറ്റിയിട്ടില്ല.
അപ്പൊ ചില ആളുകൾ സമുദായങ്ങളൊക്കെ വിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർ അയലക്കംകാരും നാട്ടുകാരും ഒക്കെ പറയും, അയ്യോ എന്തോ ഒരു നല്ല മനുഷ്യരായിരുന്നു, പറ്റിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, നശിച്ചു. പക്ഷെ ദൈവത്തിന്റെ വചനം 10-ാം വാക്യത്തിൽ പറയുന്നത് അനേകം പുത്രന്മാരെ കഷ്ടകാലത്തിലേക്ക് നയിക്കുന്നു എന്നല്ല, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്ക് ഒന്ന് വിലയിരുത്തിയാൽ, സത്യസന്ധമായി വിലയിരുത്തിയാൽ, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ജീവിതം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അനുഗ്രഹത്തിലേക്ക് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നോ ബുദ്ധിമുട്ടില്ലെന്നോ കൺഫ്യൂഷൻ ഉണ്ടാകില്ലെന്നോ ക്വസ്റ്റ്യൻ ഉണ്ടാകില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആകത്തുക പരിശോധിച്ച് നോക്കുമ്പോൾ നാം ആരംഭിച്ച ഇടത്ത് നിന്ന് ബഹുദൂരം കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രിയമുള്ളവർ, ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവം അവനെ കഷ്ടകാലത്തിലേക്കല്ല നയിക്കുന്നത്, മരണത്തിലേക്കല്ല നയിക്കുന്നത്. അവൻ എവിടേക്കാണ് നയിക്കുന്നത്? തേജസ്സിലേക്കാണ് നയിക്കുന്നത്, തേജസ്സിന്റെ അനുഭവത്തിലേക്ക്, എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. അതിലേക്കാണ് ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത് എന്ന് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവിനെ കുറിച്ച് പറയുന്നത് ക്രൈസ്റ്റ് ദി ഓഥർ ഓഫ് അവർ സാൽവേഷൻ. ക്രിസ്തു നമ്മുടെ രക്ഷാനായകനാണ്. അവൻ തികഞ്ഞവനായി തീർന്ന എങ്ങനെയാണെന്ന് പറയുന്നത്? കഷ്ടാനുഭവങ്ങളിലൂടെ. അപ്പൊ ക്രിസ്തു തികഞ്ഞവനല്ലായിരുന്നു. പ്രിയമുള്ളവർ, അതിനെ കുറിച്ചല്ല പറയുന്നത്. തന്റെ മനുഷ്യത്വത്തിൽ താൻ തികഞ്ഞവനായിട്ട് തീർന്നത് താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടാനുഭവങ്ങളിലൂടെയാണ്. തന്റെ കഷ്ടതകള്, പ്രയാസങ്ങള്, 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങള്. പുത്രനെങ്കിലും താൻ പഠിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. നമ്മള് വിശ്വാസികൾ പലപ്പോഴും അനുസരണം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. കഷ്ടങ്ങളുടെ മധ്യത്തിലാണ് വി ലേൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് കഷ്ടതകളുടെ സമയത്താണെന്നാണ് പറയുന്നത്. ഈ കഷ്ടങ്ങളുടെ സമയത്ത് ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടും. എങ്ങനെയാണെന്നറിയാമോ? നമ്മള് ഇങ്ങനെ ശുദ്ധമായിരിക്കുന്ന ഒരു ജലതടാകത്തില് ഒരു കല്ലിട്ട് ഇടുന്ന ക്ഷണത്തിൽ അത് താഴേക്ക് എത്തില്ല. അതിട്ട് പയ്യെ അത് താഴേക്ക് ഇറങ്ങി അതിന്റെ അടിത്തട്ടിലേക്ക്. കഷ്ടങ്ങളുടെ സമയത്ത് ദൈവം വിശ്വാസികളുടെ ഹൃദയത്തോട് ഇങ്ങനെ ഇടപെടുന്നത്. ആദ്യമേ തന്നെ ആ കഷ്ടം ഇതിന്റെ മീതെ, വെള്ളത്തിന്റെ മീതെ വെച്ച ഒരു ചെറിയ ഒരു വസ്തു പോലെ. എന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സാവകാശം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങൾ നന്നായിട്ട് പരിശോധിക്കപ്പെടും. വചനം വായിച്ച് ധ്യാനിക്കുന്ന വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അത് അവരുടെ ജീവിതത്തിൽ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുക തന്നെ ചെയ്യും. അതിന് ചിലപ്പോൾ ചില വർഷങ്ങൾ എടുത്തെന്നിരിക്കും, ചിലരുടെ ജീവിതത്തിൽ അത് വേഗത്തിൽ സാധിച്ചെന്നിരിക്കും. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പൊ കഷ്ടതകളുടെ മധ്യത്തിലാണ് വിശ്വാസികൾ അനുസരണം പഠിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പെർഫെക്റ്റ് ആയി തീർന്നത്, തന്റെ മനുഷ്യത്വത്തിൽ പെർഫെക്റ്റ് ആയി തീർന്ന കഷ്ടാനുഭവങ്ങളിലാണെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തില് കഷ്ടതകൾ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 29. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാനും വരം തന്നിട്ടുണ്ടെന്ന്. നമുക്കൊരു വരമുണ്ട്, ചോദിച്ചു മേടിച്ചോന്നല്ല. ഈ വരത്തിന് വേണ്ടി ആരും ചോദിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. കഷ്ടം അനുഭവിക്കാൻ സഹായിക്കണമെന്നൊന്നും ആരും പ്രാർത്ഥിച്ചേക്കരുത് കേട്ടോ, ഒരിക്കലും. കഷ്ടതകളൊക്കെ അതിന്റെ വഴിക്ക് വന്നോളും. വരമുണ്ടല്ലോ, വരം ഉള്ളതുകൊണ്ട് അത് വന്നോളും. അതിനുവേണ്ടി ആരും കാത്തിരിക്കുകയും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരും. തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ പറയുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയാണ്, അവര് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്ന ആളുകളാണ്. പക്ഷെ അതിന്റെ മധ്യത്തില് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അവർക്കുണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നവരും പഠിക്കുന്നവരുമായിരുന്നു എന്ന് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിന് 4-ാം വാക്യം. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതെ, വിശ്വാസികൾ കഷ്ടം അനുഭവിക്കേണ്ട ആളുകളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 4 വരെയുള്ള വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നത്?
അവിടെ പറയുന്നുണ്ട് എന്താണ്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. അവസാനം പറയുന്നത്, ഞാൻ കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ ബോസ്റ്റ് ഇൻ ദ അഫ്ലിക്ഷൻസ് വിച്ച് ഐ എൻഡ്യൂർ എന്ന് പറയുന്നത് എന്താ ഇതിന് കാരണമായിട്ട് പറയുന്നത്? ഈ കഷ്ടതകൾ എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. എന്താണ് കഷ്ടത എന്ത് വരുത്തുന്നതാ പറയുന്നത്? സഹിഷ്ണുത. സഹിഷ്ണുത എന്ത് വരുത്തുന്നു? സിദ്ധത. സിദ്ധത എന്ന് പറഞ്ഞാല് കഷ്ടങ്ങളിലൂടെ കടന്നുപോയി നിലനിൽക്കുന്ന വിശ്വാസികളെ കുറിച്ച് നമ്മളൊരു കാര്യം പറയും. എന്താണ്? അവര് നിലനിൽക്കുന്ന വിശ്വാസികളാണ്, ഇട്ടേച്ച് പോകുന്നവര് അല്ല എന്ന് പറയാം. അതാണ് സിദ്ധത. ആ സിദ്ധത എന്ത് ചെയ്യും? പ്രത്യാശ ഉളവാക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രയാസങ്ങളുടെ സമയത്ത് നിലനിന്ന മനുഷ്യർ ദൈവത്തിന്റെ നന്മ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവരിൽ പ്രത്യാശ സൃഷ്ടിക്കും. അവര് പിന്നെയും പിന്നെയും അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവർ പറയും, കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും, കർത്താവ് നമ്മളെ ബലപ്പെടുത്തും, രക്ഷിക്കും എന്ന കാര്യം നമ്മൾ ഉറപ്പായിട്ട് പറയും. അതിന് നമ്മളെ ഒരുക്കും, നമ്മളെ ശക്തീകരിക്കും. അതിന് യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. മനുഷ്യരുടെ പ്രശ്നങ്ങള് എന്ന് പറയുന്നത് ദൈവം അവന് വലിയൊരു പൊട്ടൻഷ്യൽ കൊടുത്തു, വലിയൊരു സ്ഥാനത്താക്കി വെച്ചു. പക്ഷെ നേരെ താഴേക്ക് പോയി, മിസറബിളായി തീർന്നു. അവന്റെ അനുഭവങ്ങളെല്ലാം വളരെ ദയനീയമായി പോയി. ബട്ട് ദർ ഇസ് എ സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? ക്രൈസ്റ്റ് ഈസ് അവർ സൊല്യൂഷൻ. ക്രിസ്തുവാണ് നമ്മുടെ സൊല്യൂഷൻ. ആ ക്രിസ്തു എങ്ങനെയുള്ളവനാണ് എന്നാണ് 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവൻ നമ്മുടെ പകരക്കാരനാണ്, നമ്മുടെ രക്ഷാനായകൻ, അവൻ തികഞ്ഞവനാണ്. നമ്മളെ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമേ ഇല്ല, നമ്മളെയും കൊണ്ടേ പോകൂ. നമ്മളെ സഹായിക്കും, നമ്മളോട് കരുണ കാണിക്കും, സഹതപിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും, നമ്മളെ ഉയർത്തും. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. 92-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളം നൽകിയ വചനങ്ങളാൽ ദൈവം നമ്മളെ ആദരിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.